ഇന്ന് എല്ലാവരും ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത് PV അൻവർ MLA വാർത്താ സമ്മേളനത്തിലേക്കാണ്. പരസ്യ പ്രസ്താവന പാടില്ല എന്ന CPIM നിർദ്ദേശം പാടെ തള്ളുകയാണ് താൻ എന്ന് വ്യക്തമാക്കുകയാണ് PV അൻവർ MLA ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും അപ്പുറമാണ് ആത്മാഭിമാനമെന്നാണ് PV അൻവർ MLA ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. നീതിയില്ലെങ്കിൽ നീ തീയാവുകയെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത് വെറുതെയാകില്ല എന്നുള്ളതാണ് വിലയിരുത്തലുകൾ. 4:30-ക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചേക്കുമോ എന്ന ചോദ്യവും പരക്കുന്നുണ്ടെങ്കിലും രാജിവെക്കില്ല എന്നുള്ള വിവരങ്ങളാണ് PV അൻവറിന്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അഷ്കർ അലി കരിബയും ഒപ്പം സായ് കുമാറും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അഷ്കർ അലി, PV അൻവർ MLA വാർത്താ സമ്മേളനം വിളിച്ചത് വെറുതെയല്ല എന്നുള്ളത് വ്യക്തമല്ലേ? പ്രത്യേകിച്ചും ഇപ്പോൾ നടക്കുന്ന ADGPക്കെതിരായ അന്വേഷണത്തെ, പൂരം കലക്കൽ അന്വേഷണത്തെയൊക്കെ തമാശയെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന PV അൻവറിനെയാണ് ഇന്ന് ഈ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അൻവറിന്റെ പ്ലാൻ, അഷ്കർ? സുജയ, പാർട്ടിക്ക് കൃത്യമായൊരു നിർദ്ദേശം ഇല്ലെങ്കിൽ ഒരു സന്ദേശം അത് PV അൻവർ നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ ഇന്ന് വൈകുന്നേരം 4:30 താൻ മാധ്യമങ്ങളെ കാണും, വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു PV അൻവറിൻ്റെ അറിയിപ്പ്. അതൊരു വാർത്താ സമ്മേളന അറിയിപ്പ് മാത്രമായിരുന്നില്ല. അതിനോടൊപ്പം അൻവർ ചേർത്ത് വെച്ച വാക്കുകൾ, ആ വാക്കുകളിലെ തീ തന്നെയാണ് വലിയ രാഷ്ട്രീയ സന്ദേശമായി മാറുന്നത്. ഇല്ലെങ്കിൽ പാർട്ടിക്ക് വഴങ്ങിയിരുന്ന PV അൻവർ ആ വഴങ്ങലിൻ്റെ വേലികൾ മറികടന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ ധ്വനിപ്പിക്കുന്നതാണ് ഈ ഫേസ്ബുക്കിലെ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വരി, വിശ്വാസങ്ങൾക്കും വിധേയത്തിനും അപ്പുറമാണ് അഭിമാനം എന്ന് പറയുന്നത്. ആ ആത്മാഭിമാനം വിട്ട് ഒരു കളിയുമില്ല എന്നാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് സേനയിലെ ക്രമക്കേടുകൾ, പാർട്ടിയിലെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളിലൊക്കെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ PV അൻവറെ തള്ളി പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി പരസ്യ പ്രസ്താവന നടത്തരുതെന്ന് ഒരു കൃത്യമായ മുന്നറിയിപ്പ് PV അൻവറിന് നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ ആ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ചുകൊണ്ട് തന്നെ PV അൻവർ മുന്നോട്ട് വന്ന് താൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു. നീതിയില്ലാത്തത് കൊണ്ട് തന്നെ താൻ ഒരു തീയാകാൻ പോകുന്നു എന്നുള്ള കൃത്യമായ സന്ദേശം പാർട്ടിക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ആ സന്ദേശത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അത് നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ MLA സ്ഥാനം രാജിവെക്കുമോ, അതല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമാകുമോ എന്നുള്ളതിൽ നിന്ന് മാറി സ്വതന്ത്ര MLA നിലയ്ക്ക് ഇനി പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഏത് രീതിയിലേക്കാണ് PV അൻവറുടെ പ്രഖ്യാപനം ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്കൊക്കെ തന്നെ കഴിഞ്ഞ തവണ ഓരോ വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും ഓരോ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള P ശശിക്കെതിരെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ PV അൻവർ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അടക്കം റിദാൻ ബാസിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തൽ PV അൻവർ നടത്തിയിരുന്നു. അത്തരത്തിൽ സമാനമായ രീതിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി പാർട്ടിക്കും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കലാണോ PV അൻവർ ലക്ഷ്യമെന്ന സംശയവും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. എന്തായാലും PV അൻവർ ഒരു കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയമല്ല, മറിച്ച് മറുത്തു പറയുന്ന ഇല്ലെങ്കിൽ കൃത്യമായ സന്ദേശം പറയുന്ന, പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ PV അൻവർ കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ ആലോചനകൾ ഇനി എന്താണെന്നറിയാൻ വൈകുന്നേരം 4:30 വരെ കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പാർട്ടി കേന്ദ്രങ്ങളിലാണെങ്കിലും അൻവറിൻ്റെ നീക്കം എന്ത് എന്നുള്ളതാണ് ഏറ്റവും തിരക്കിട്ട രാഷ്ട്രീയ ചർച്ച. സുജ, അഷ്കർ അലി തുടരുക. സായ്കുമാറിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ തിരിച്ചു വരാം. സായ്കുമാർ, ഇക്കാര്യത്തിൽ CPIM-ഉം സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ അൻവറിനെ പിടിച്ചുകെട്ടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അൻവറിനെ പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ അടുത്തതായി പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആദ്യമിറക്കിയ പ്രസ്താവന തന്നെ. അതിൽ അഭ്യർത്ഥനയായിരുന്നു, പിന്നീട് അത് തിരുത്തുന്നു. ആ എഡിറ്റിംഗ് അടക്കം നമ്മൾ കണ്ടതാണ്. PV അൻവർ ഇടഞ്ഞു നിൽക്കുമ്പോൾ പാർട്ടി പേടിക്കേണ്ടേ, സായ്കുമാർ? തീർച്ചയായും സുജയ, ഇന്നിപ്പോൾ 4:30 PV അൻവർ പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ CPM കേന്ദ്രങ്ങളും ഞെട്ടലോടുകൂടി തന്നെയായിരിക്കും കേൾക്കാൻ പോകുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയടക്കം അതിഗുരുതരമായ ആരോപണം ഇതിനോടകം PV അൻവർ ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ആരോപണങ്ങളിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ഏകദേശ ബോധ്യം ഇപ്പോൾ PV അൻവറിനുണ്ടായി. അതുകൊണ്ട് താൻ തീയാകാൻ പോകുന്നു എന്നുള്ള സൂചന PV അൻവർ നൽകുമ്പോൾ അൻവർ എന്തിനാണ് മുതിരുന്നത് എന്നത് ഇപ്പോഴും ഒരുപക്ഷെ CPM കേന്ദ്രങ്ങളടക്കം വലിയ ആകാംക്ഷയോടെയും ഞെട്ടലോടെയും തന്നെയായിരിക്കും കാത്തിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിനുശേഷം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ PV അൻവറിനെ തള്ളുന്ന അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അൻവർ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കുന്നത് പാർട്ടി ശത്രുക്കൾ ആയുധമാക്കുകയാണ്, അത് അൻവർ നിർത്തണം
എന്ന് ഒരു ശാസനാരൂപത്തിൽ തന്നെയാണ് PV അൻവറിനോട് പറഞ്ഞത്. പക്ഷേ അൻവർ അത് ചെവിക്കൊണ്ടില്ല. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ, വീണ്ടും തുറന്നടിക്കാൻ തന്നെ അൻവർ സായ്കുമാർ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ സായ്കുമാർ, അതായത് PV അൻവർ രാജിവെക്കുന്നുണ്ടോ, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അല്പസമയം മുൻപ് PV അൻവർ പറഞ്ഞത് അതിന് ഞാൻ കോൺഗ്രസ് അല്ലേ എന്നുള്ളതാണ്. അതായത് പാർട്ടിയുമായി ഇടഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. രാജിവെക്കാതെ MLA സ്ഥാനത്ത് നിന്ന് ജനങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ ജനങ്ങൾ നൽകിയ MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒരു പടപ്പുറപ്പാടിന് തയ്യാറെടുക്കുന്നു അൻവർ എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായും സുജയ, ആ മുഖ്യമന്ത്രിയുടെ, അതായത് അൻവറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പഴയ കോൺഗ്രസ് പാരമ്പര്യം ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ വളരെയധികം വിഷമിപ്പിച്ചു എന്ന് നമ്മോട് തന്നെയാണ് PV അൻവർ ആദ്യം തുറന്നു പറഞ്ഞത്. അതായത് അതുവരെയുള്ള വാർത്താ സമ്മേളനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം പറയാനോ PV അൻവർ തയ്യാറായതിൽ അദ്ദേഹം ഒരു രക്ഷകർത്താവാണ് തനിക്കെന്ന് പലകുറി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് എല്ലാ തെറ്റുകളും ചെയ്യുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹം തൻ്റെ കൂടി സംരക്ഷകനാണ് എന്ന് പറയുക മാത്രമാണ് അൻവർ ചെയ്തത്. പക്ഷേ അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമല്ലേ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം അൻവറിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. അതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ PV അൻവർ ഇത്തരത്തിൽ രാജിയിലേക്കാണോ എന്ന ചോദ്യത്തിന് അത് തള്ളാതെ ജനങ്ങൾ തീരുമാനിക്കും എന്ന് വളരെ കൃത്യമായി മറുപടി പറയുന്നത്. ആ ജനങ്ങളുടെ തീരുമാനം എന്താണ് എന്ന് താൻ അറിയും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 4:30 താൻ കാര്യങ്ങൾ തുറന്നു പറയും എന്നാണ്. അപ്പോൾ അൻവറിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇതിനോടകം തന്നെ വലിയ ആരോപണ കൊടുങ്കാറ്റുണ്ടാക്കിയ കാര്യങ്ങളാണ് അൻവർ തുറന്നു പറഞ്ഞത്. അതിനേക്കാൾ കരുത്തുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം തുറന്നടിക്കുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ എത്തിയിരിക്കുന്നു അൻവറിന്റെ ആരോപണങ്ങൾ. തുടക്കഘട്ടം മുതൽ അൻവർ ഉന്നയം വെക്കുന്നത് P ശശിക്കെതിരെയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല, ഒരു അന്വേഷണവും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് ഗൗരവമായ ചില കാര്യങ്ങൾ ഗൗരവ രൂപത്തിൽ പറഞ്ഞാൽ അത് ഗൗരവമായി എടുക്കേണ്ടതില്ല എന്ന പരിഹാസ രൂപേണ പറഞ്ഞു. ഇന്നിപ്പോൾ ADGPയെ കുറിച്ച്, പൂരം കലക്കലിനെ കുറിച്ച് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ എന്ന ചോദ്യത്തിന് അത് 2024 ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് അൻവർ. അതായത് ആ അന്വേഷണ പ്രഖ്യാപനത്തിലൊന്നും ഒരു തരത്തിലുമുള്ള വിശ്വാസ്യതയും PV അൻവർ കൊടുക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിലും മുഖവിലേക്ക് എടുത്തിട്ടില്ല ഈ പാർട്ടിയും സർക്കാരും എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. LDFന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗം തന്നെയാണ് ഇപ്പോഴും PV അൻവർ. അടുത്ത ദിവസം ഇതാ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു. അവിടെ LDF MLA ആയി തന്നെയാണ് PV അൻവർ ചെന്നിരിക്കേണ്ടത്. അൻവർ അങ്ങനെ ചെല്ലുമോ, LDFന്റെ കൂടെ തന്നെ ആയിരിക്കുമോ PV അൻവർ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പോകുന്നത്. എന്താണ് അദ്ദേഹം മനസ്സിൽ വയ്ക്കുന്നത്? MLA ആയി തന്നെ തുടർന്ന് CPM-നെതിരെ കൂടി അദ്ദേഹം പോർമുഖം തുറക്കുമോ എന്നുള്ളതാണ്. അജിത് കുമാറും P ശശിയും മാറി പാർട്ടിയിലെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തുമോ? താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു തരത്തിലും മുഖവിലേക്കെടുക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടിക്കെതിരെ PV അൻവർ തുറന്നടിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. സുജയ.